ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ശ്രുതിയെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ശ്രുതി എന്ന് പറയുന്നവരുടെ പിന്നാലെ തന്നെ പോകാൻ നമ്മുടെ സച്ചി തീരുമാനിച്ചു. അങ്ങനെയുള്ള സച്ചി അതിനെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ നാളെ ബാങ്കിൽ കൊണ്ടുവന്നിടാം. എന്താ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഫിനാൻഷ്യർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് കയറിപ്പോയി. അപ്പോഴും സച്ചി ഇതിങ്ങനെ ആലോചിക്കുക. പാർലറേട്ടത്തി പൂട്ടി അടങ്ങുമെന്നുള്ള വാശിയിലാണ് നമ്മുടെ സച്ചി. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് കയറി വരികയാണ് വർഷ. ചേച്ചി ഇപ്പോഴേ ജോലി തുടങ്ങിയെന്ന് ചോദിച്ചു. അതെ, ഞാനിപ്പോഴേ ജോലി തുടങ്ങിയാലല്ലേ നിങ്ങളുടെയൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ ഞാനിനി ഫുഡ് ഇച്ചിരി കുറയ്ക്കാമെന്ന് വിചാരിച്ച ഡയറ്റിനാന്ന്. അതെന്തിനാ അങ്ങനെ ചെയ്യണേന്ന് രേവതി ചോദിക്കുമ്പം, അത് പിന്നെ തടി ഇപ്പോഴേ കുറേ കൂടുതലാണെന്ന് എന്നോട് ശ്രീകാന്ത് പറയുന്നതെന്ന് വർഷ പറഞ്ഞു. വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടുന്ന് ക്യാരറ്റൊക്കെ എടുത്ത് കഴിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നു. വലിയ ചുമയൊക്കെ ചുമച്ച് ശ്രുതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. ശ്രുതി അങ്ങോട്ടൊന്ന് അവിടെ ഇരുന്ന കുറേ വെള്ളം അങ്ങെടുത്ത് അങ്ങ് കുടിച്ചു. ആ സമയം നല്ല പരവേശത്തിലാണല്ലോ എന്ന് വർഷ ശ്രുതിയോട് ചോദിച്ചു. അപ്പോൾ രേവതി ശ്രുതിയെ ഇങ്ങനെ നോക്കുവാണ്. നിന്നങ്ങ് മടമടമടാന്നും പറഞ്ഞ് വെള്ളം കുടിക്കുക. അന്നേരം ശ്രുതി താങ്ക്സ് കേട്ടോ എന്ന് രേവതി പറഞ്ഞു. അപ്പം എന്തിനാ താങ്ക്സ് എന്ന് ശ്രുതി ചോദിക്കുമ്പം, അല്ല നീ താലിമാല വിറ്റ് ഭാമാൻ്റിക്ക് 2 ലക്ഷം രൂപ കൊടുത്തില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും കുടിച്ച വെള്ളം എല്ലാം കൂടെ നിറകെ കയറി അവിടെ കിടന്ന് ചുമച്ച് പണ്ടാരം അടങ്ങി ശ്രുതി. അപ്പോൾ വർഷം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ രേവതി. അപ്പോൾ ശ്രദ്ധിച്ച് കുടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ അങ്ങനെ വെച്ചു. അല്ല രേവതി നിന്നോട് ഇതാരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഭാമാൻ്റി തന്നെയാണ് പറഞ്ഞതെന്ന് രേവതി പറയുക. അവൻ്റെ പണി പറ്റിച്ചല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിലന്നേരം പറയുക. രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയും ഇങ്ങനെ ശ്രുതിയെ ശ്രദ്ധിക്കുക കേട്ടോ. അല്ല ഇതാരോടും പറയണ്ടെന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞതാ. പിന്നെ എന്തിനാണാവോ ആൻറ്റി നിന്നോടിത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നിങ്ങനെ ശ്രുതി കിടന്ന് ഉരുളുമ്പോഴത്തേക്കും വർഷം അവിടെ നിന്നിങ്ങനെ ഒരു പൊട്ടിച്ചിരി. അപ്പോൾ ശ്രുതി എന്തിനാ വർഷം നീ ചിരിക്കണേന്ന് ചോദിച്ചു. ഒരാളോട് ഇതാരോടും പറയരുതെന്ന് പറഞ്ഞു ഈ വിഷയം പറഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അതവർ മറ്റൊരാളോട് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് ഓർക്കം കിട്ടത്തില്ല എന്നാരും വർഷ പറയാം. സ്വതേ ഇങ്ങനെ രേവതിയെ നോക്കുക കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് 2 ലക്ഷം രൂപയൊന്നും എടുത്തിട്ടില്ല. അതെൻ്റെ മനസാക്ഷിക്കറിയാം. രേവതിയാണ് കാശ് എടുത്തത് എന്നും പറഞ്ഞ് ആൻറ്റി അവളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇതിൻ്റെ പേരിൽ വീട്ടിൽ ഇപ്പോഴും പ്രശ്നമാണ്. ഇങ്ങനെ പോയ രേവതി ആത്മഹത്യ ചെയ്യും. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വീട്ടിൽ സമാധാനം ഉണ്ടാവണം. അതുകൊണ്ട് കാശ് ആരും എടുത്തിട്ടില്ല. അത് ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ആൻറ്റി അത് തിരിച്ച് അമ്മയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാലേ നീ താലി വിറ്റ് 2 ലക്ഷം രൂപ ഭാമാൻറ്റി ഏൽപ്പിച്ചത്. അപ്പോൾ വള്ളി പുള്ളി തരാം ഞാൻ പറഞ്ഞത് അതേപോലെ ഉള്ളൂ. പറഞ്ഞല്ലോ പെരട്ട തള്ളാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. എന്നിട്ട് ഇങ്ങനെ രേവതി എന്നും പറഞ്ഞ് നോക്കി ഒരു ചിരിയും കൂടി. രേവതി അന്നേരം വർഷയെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോഴത്തേക്കും പറഞ്ഞിട്ട് വർഷയും തലയാട്ടി. എന്നെ പഴിചാരുന്ന നിർത്താൻ വേണ്ടി നീ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് രേവതി വേഗം പ്ലേറ്റ് തിരിച്ചു. നീ എന്നെ ശരിക്കും രക്ഷിച്ചു എന്ന് രേവതി പറയാട്ടോ. അതിനാ ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ചേച്ചി നിങ്ങൾ കൊടുത്ത 2 ലക്ഷം രൂപയാ ഭാമ ആൻറ്റി രേവതി ചേച്ചിക്ക് കൊടുത്തതെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപ എവിടെ പോയി എന്ന് വർഷ ചോദിക്കാട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് വല്ലാത്തൊരിത്. അതാരാ ശരിക്കും മോഷ്ടിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുവാണ്. വർഷയെ കണ്ണും കൈയൊക്കെ കാണിച്ച് ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ട് ശ്രുതിക്കിട്ട് പണി കൊടുക്കുന്നതാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി. അപ്പോൾ കാശ് എടുത്ത ആളെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഭാമ ആൻറ്റി കാശ് ഷെൽഫിൽ വെച്ച ടൈമിനും അത് നഷ്ടപ്പെട്ട് പോയി എന്നുള്ള ടൈമിലും ഇടയിൽ ആ വീട്ടിൽ വന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ മതിയെന്നും എന്നിട്ട് അവരെയൊക്കെ വേണ്ടുന്ന രീതിയിൽ ചോദ്യം ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാമെന്നും പറയാം. അപ്പോഴത്തേക്ക് ശ്രുതി ഞെട്ടി. ഈശ്വര ഇനി അടുത്ത ഇടിയാണോ ആ ഒരു ഇതിൽ. അല്ല രേവതി ചേച്ചി നമുക്ക് ഭാമാൻറ്റിയോട് സംസാരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അന്വേഷണം തുടങ്ങിയാലോ എന്ന് വർഷ ചോദിക്കുമ്പം അതൊന്നും വേണ്ട വർഷേ, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതി. അന്നേരത്തേക്ക് രേവതിയും വർഷ എന്താന്ന് ചോദിച്ചു. അല്ല വിഷയം കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതി ഞാൻ 2 ലക്ഷം രൂപ നൽകിയതേ നമുക്കിവിടെ മനസമാധാനത്തോടെ കഴിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതെല്ലാം ഓക്കെ, പക്ഷേ കാശ് ആരെ എടുത്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ചേച്ചി. അല്ല അതാ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഏതായാലും അതൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞു രേവതിയോട് ഈ വർഷ. അപ്പോൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നാൽ ഞാനാണ് ഭാമാൻറ്റിക്ക് കാശ് കൊടുത്തതെന്ന് ഇവിടുത്തെ ആൻറ്റി അറിയും. പിന്നെ ഇപ്പം കാശ് കിട്ടി എന്നുള്ളൊരു സമാധാനത്തിൽ ആൻറ്റി ഇതറിഞ്ഞാൽ വീണ്ടും രേവതിയാണ് കാശെടുത്തതെന്നും പറഞ്ഞാൽ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കും
അത് വേണോ എന്നൊക്കെ ചോദിക്കുക. അല്ല രേവതി സമാധാനത്തോടെ ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി. അല്ല ഇവർ വക്കീലിന് കൊടുത്ത 5 ലക്ഷം രൂപയും കിട്ടിയല്ലോ, എല്ലാ പ്രശ്നവും അതോടുകൂടി അവസാനിച്ചില്ലേ എന്നും ശ്രുതി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ രേവതിക്ക് മനസ്സിലായി കാര്യങ്ങൾ. അല്ല ഇനി നമ്മളായിട്ട് എന്തിനാ വെറുതെ അതൊക്കെ കുത്തിപ്പൊക്കുന്നതേ, അന്വേഷിക്കുകയും വേണ്ട, അത് വെട്ടേക്ക് വർഷേ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ അതാ എല്ലാവർക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കര നൈസായിട്ട് പറയുമ്പോൾ രേവതി ഇങ്ങനെ എന്ന് പറഞ്ഞ തലയാട്ടി ഇങ്ങനെ നിൽക്കുക. ശ്രുതി നേരത്തേക്കും നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങി. ഇനി അവിടെ നിന്നാൽ പണി കിട്ടുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഈ സമയത്ത് വർഷ എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ എന്നവിടെ നിന്ന് പറയുമ്പം രേവതി വർഷയുടെ അടുത്ത് വന്നിട്ട്, വർഷേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ല ചേച്ചി, ശ്രുതി ചേച്ചിക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള ആളല്ല. ചേച്ചിയുടെ മേൽ പഴി ചാരിയാൽ അവർക്കെന്താ? ഇപ്പം അവർക്ക് 2 lakhs ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരെന്തിനിങ്ങനെ ചെയ്യണം? അതിൻ്റെ ആവശ്യം എന്താ അവർക്ക്? അതെ, ഇത് തന്നെയാണ് സച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. യെസ്, സംതിങ് ഇൻ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എന്തോ പന്തികേടുണ്ടെന്ന്. അതെ, ഈ കാശ് എടുത്തത് അവരാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് വർഷ പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നിയതാണെന്ന് പറഞ്ഞു രേവതി. അതുകൊണ്ടാണ് ഞാൻ തന്ത്രപൂർവ്വം അവളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സംസാരിച്ചതെന്നും രേവതി പറഞ്ഞു. പിന്നെ അവളുടെ ഭാവം കണ്ടപ്പം ഞാൻ ഉറപ്പിച്ചു അവൾ തന്നെയാണ് കാശെടുത്തതെന്ന്. ചേച്ചി നമുക്ക് ഈ ബോംബ് ഇവിടെ വെച്ച് തന്നെ അങ്ങ് പൊട്ടിച്ചാലോ എന്ന് ചോദിക്കുമോ? വീട്ടിൽ പ്രശ്നമാകുമെന്നുള്ളതല്ലാതെ ഇപ്പം പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല വർഷേ, കാരണം നമ്മുടെ കയ്യിൽ തെളിവുകളില്ലല്ലോ. അത് ചേച്ചി പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞു വർഷ ഇങ്ങനെ നിൽക്കുക കേട്ടോ. തൽക്കാലം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമുണ്ട്, വേറെ ആരും അറിയണ്ട എന്ന് രേവതി പറഞ്ഞു. സമയമാകുമ്പോൾ എല്ലാ തെളിവും കിട്ടിയതിന് ശേഷം നമുക്കിത് പൊട്ടിക്കാം എന്നും രേവതി വർഷയോട് പറയണം. അങ്ങനെ ശ്രുതിക്കെതിരെ ഒരു പടയൊരുക്കം തന്നെ വർഷയും രേവതിയും കൂടെ പ്ലാൻ ചെയ്യാണ്. വർഷ അവിടെ നിന്ന് പോയി, രേവതി അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ സച്ചി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ രേവതി എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുക. രേവതി ഇതൊരു പരിപ്പ് റെഡി ആയില്ലെന്ന് ചോദിച്ചു. അതൊക്കെ എപ്പോഴും റെഡിയായി സച്ചേട്ടാ ഞാൻ ഇന്ന് ശ്രുതിയോട് തന്ത്രപരമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞേ? അവളുടെ മുഖഭാവം എന്തായിരുന്നു? അവളെന്താ പറഞ്ഞതെന്നൊക്കെ സച്ചി ചോദിക്കും കേട്ടോ. അപ്പോൾ സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഫിഷോ? അപ്പോൾ ഇതും മീനും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു സച്ചി. മീനല്ലെന്ന്, ഫിഷി. അതെ, എന്തോ പന്തികേടുണ്ടെന്ന് അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവോ അന്ന് സച്ചി ചിന്തിച്ചു. വർഷ പറഞ്ഞതാണെന്ന് രേവതി ഭാഗ്യം. അല്ല ഫിഷ് എന്ന് പറഞ്ഞാൽ മീനല്ലേ? ഈ വെള്ളക്കാരൻ ഇവിടുന്ന് പോയപ്പോൾ എന്തോ തെറ്റായിട്ട് പഠിപ്പിച്ചിട്ടാണ് പോയതെന്ന് സച്ചി രേവതിയോട് പറയാം. കാശ് എടുത്തത് ശ്രുതിയാണെന്നുള്ളൊരു സംശയം വർഷ എന്നോട് പറഞ്ഞു സച്ചേട്ടാ. പിന്നല്ലാതെ അവൾ തന്നെ അത് എടുത്തത്. പാർലറേട്ടത്തിൽ ശ്രുതിക്കൊഴികെ വേറെ ആർക്കും നല്ലത് ചെയ്യില്ല. അമ്മയ്ക്ക് വേണ്ടി പോലും അവർ ചെയ്യില്ല, പിന്നല്ലേ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത് നീ പറയുന്നത് പോലെ ഫിഷി തന്നെയാണെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയണം. സമയമാവട്ടെ, നമുക്ക് പൊക്കാം. അവളെ ഞാൻ ഫിഷ് പൊരിക്കും, നീ നോക്കിക്കോളാം സച്ചി രേവതിയോട് പറയാം. നീ കഴിക്കാൻ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. സച്ചി അവിടെ നിൽക്കുന്നു. രേവതി കഴിക്കാൻ എടുത്ത് വയ്ക്കാൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് ശ്രുതിയെ പുറത്താക്കുന്ന ആ ഒരു കാഴ്ച സ്വപ്നം കാണുകയാണ്. അപ്പോൾ നിനക്ക് ഈ വീഡിയോ ആയിട്ടൊരു ബന്ധമില്ല, ഇറങ്ങടി എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ അത് ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിതൊക്കെ മറച്ചു വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളിൽ നിന്നിങ്ങനെ പറയുക. ചന്ദ്രമതി താഴേന്ന് വലിക്കുന്നു, മുകളിൽ നിന്ന് തള്ളിക്കൊടുക്കുന്നു. അങ്ങനെ ശ്രുതിയെ ചവിട്ടി പുറത്താക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ ചേർന്ന്. അപ്പം നീ ഒന്നും പറയണ്ട, എൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചതും കുഞ്ഞുള്ളതൊക്കെ മറച്ചു വെച്ച് താലി കെട്ടാനായിട്ട് നീ എൻ്റെ നേരെ കഴുത്ത് നീട്ടിയത്. നീ സ്വാർത്ഥയാ, നിന്നെക്കുറിച്ച് മാത്രമാണ് നീ ചിന്തിക്കുന്നതെന്നൊക്കും. പിന്നെ എന്തിന് നീ നിൻ്റെ മകനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് പോലും ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കണം. നിനക്ക് നിന്നോടല്ലാതെ മറ്റാരോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്കും സച്ചി, ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടില്ലേ ഇവള് ഫ്രോഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതാരും ചെവിക്കൊണ്ടില്ല എന്ന് പറയണ സച്ചി. അപ്പം സത്യം മറിച്ചിട്ട് നിനക്ക് നാണം ഉണ്ടോടി എന്ന് ചോദിച്ചു രേവതി. അപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ശ്രുതിയെ. ഞാൻ തെറ്റ് മുമ്പേ തന്നെ ഏറ്റു പറയേണ്ടതായിരുന്നു, എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞു. പക്ഷേ അവിടെ ഒന്ന് പറച്ചിലല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോഴത്തേക്ക് രവിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ ചതി ഞാൻ എന്തായാലും പൊറുക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ നിനക്കിനി ഒരു സ്ഥാനമില്ല, ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇവളെ പിടിച്ച് പുറത്താക്കാമേ. അപ്പോൾ ഇറങ്ങിപ്പോടി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിടിച്ച് അവളെ മുറ്റത്തേക്ക് ഒരു ഒറ്റ തള്ള്. അപ്പോഴത്തേക്ക് മുളയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അലർച്ചയും എഴുന്നേക്കലും ഒരുമിച്ചായിരുന്നു നമ്മുടെ വിമലാമ്മ. അപ്പോൾ വിമലാൻ്റിക്കാണെങ്കിൽ ഭയങ്കര ഇത്, മകളെ അവർ പുറത്താക്കി. സത്യങ്ങളെല്ലാം അവരറിഞ്ഞു. തൊട്ടരികിൽ ആദ്യക്കൂട്ടം നന്നായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ആ കുഞ്ഞിതൊന്നും അറിയുന്നുമില്ല. പിന്നെ കിടന്നിട്ട് അമ്മയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എൻ്റെ ദൈവമേ, ഞാൻ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കാണിച്ചു തന്നതായിരിക്കുമോ എന്നൊക്കെ മനസ്സിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ ദൈവമേ, ഒരു യോഗ്യനെ കണ്ട് അവളുടെ
ജാതകം ഒന്ന് നോക്കാമെന്ന് അമ്മ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ ഈ ജാതകം എടുത്ത് ആ ഒരു ജ്യോത്സ്യരെ കാണാനായിട്ട് പോയി. അപ്പോൾ ജ്യോത്സ്യരെ കാണാൻ ചെന്നു. അദ്ദേഹം ചോദിച്ചു വിവരങ്ങൾ. അതനുസരിച്ച് അമ്മ വിവരങ്ങൾ പറയുന്നു. അദ്ദേഹം അതിൽ കബഡിയൊക്കെ നിരത്തി ശ്രുതിയുടെ ഭാവി വിമലാമ്മയോട് പറയുവാണ്. അപ്പോൾ മകളുടെ ഭാവി അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ആ അമ്മ അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ജാതകം എടുത്ത് നോക്കി ആ കബഡി പിറകയിൽ എന്തൊക്കെയോ ഇങ്ങനെ തിരിച്ചും കുണിച്ചും ഒക്കെ അദ്ദേഹം നോക്കി. അങ്ങനെ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ വല്ലാത്തൊരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വിമലാൻ്റിക്ക് പേടിയായിട്ടോ, വല്ലാത്തൊരു വിഷമം. അപ്പോൾ സ്വപ്നത്തിലൂടെ ഈശ്വരൻ എല്ലാം മുൻകൂട്ടി കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അടുത്ത് തന്നെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്കും തോന്നിയതാണെന്ന് അമ്മ പറയാം. നല്ല പേടിയുണ്ട് എനിക്കെന്നൊക്കെ പറയുവാണ്. അതാ ഞാൻ അങ്ങേ കാണാൻ വന്നതെന്ന് പറയുമ്പം മകളിപ്പോൾ ഭർത്തൃഗൃഹത്തിലല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ദാമ്പത്യ സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എത്ര കാലം എന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവർ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിയുന്നതെന്നും ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നും അത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജാതകപ്രകാരം നിങ്ങളുടെ മകളുടെ സമയം അത്ര നല്ലതല്ല എന്ന് ഈ ജ്യോത്സ്യർ പറയാം. വരാൻ പോകുന്നത് വളരെ വലിയ കഷ്ടകാലമാണെന്നും അപ്പോൾ കരുതിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടോ. ഈ കാണുന്ന സന്തോഷമൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകാനും മതി. വീട്ടുകാരൊക്കെ മകളോട് എങ്ങനെയാ? അപ്പോൾ അവളുടെ അമ്മായിമ്മയ്ക്ക് അവളെ വലിയ കാര്യമാണെന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നും പറഞ്ഞു. ജാതകപ്രകാരം വീട്ടിൽ കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവളുടെ ഹിതത്തിനെതിരായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് കാണുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഏറെ അടുത്തവർ പോലും എതിരാവുകയും ചെയ്യും. പണം നഷ്ടപ്പെടാം, അതുപോലെ വലിയ സാമ്പത്തിക ബാധ്യതകളും അവൾക്കുണ്ടാകാവുന്ന കാര്യവും പറയണു. ഇനി അങ്ങോട്ട് പല ദുരന്തങ്ങളും അവളുടെ മുന്നിൽ വരാം. അവൾ ജീവിതത്തിൽ പലതും മറച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്തു വന്നേക്കാവെന്നും ഈ ജ്യോത്സ്യർ പറയുക. അത് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യതകളും ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മവേ സങ്കടപ്പെടും. അപ്പോൾ ഇത് തന്നെയാണല്ലോ സ്വപ്നത്തിൽ ഞാൻ കണ്ടത്, എല്ലാം കൊണ്ടും വളരെ മോശം സമയമാണെന്നും അദ്ദേഹം അമ്മയോട് പറയണു. ജാതകം മാറ്റി എഴുതാനൊന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ലല്ലോ, മോളോട് പ്രാർത്ഥിക്കാൻ പറയുക, അല്ലാതെ ഇതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും ആ ജ്യോത്സ്യർ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അമ്മയായിട്ട് സംസാരിച്ചു. അതിനുശേഷം എന്നെ കാണിക്കുന്ന ശ്രുതിയാണ്. അപ്പോൾ ഭാമാൻ്റിയുടെ വീട്ടിൽ നിന്ന് കാശെടുത്തത് ഞാനാണോ എന്നുള്ളൊരു സംശയം രേവതിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവളത് പറയില്ലേന്നും ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ശ്രുതിയുടെ സമനില മൊത്തത്തിൽ തെറ്റിക്കിടക്കുകയാണ്. ശ്രുതി അന്നേരം ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി ഇതൊന്നും അറിയുന്ന പോലുമില്ല, ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് അതേ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചു. നീ എന്താ ഈ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, നിനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ, ഈ ഗോൾഡ് കവറിങ് താലി കഴുത്തിൽ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ തോന്നുകയാണെന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുക കേട്ടോ. ശ്രുതി, ഞാൻ നിനക്ക് നല്ലൊരു ഗോൾഡിൻ്റെ താലി എത്രയും പെട്ടെന്ന് വാങ്ങിത്തരുമെന്നും കാശ് കയ്യിൽ നിന്ന് വന്നോട്ടെ എന്നും പറയാം. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതിയെ. ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശ്രുതി അന്നേരവും ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ വേറൊരാൾ അതിൽ വന്നു. അപ്പോൾ താനാരാന്ന് ചോദിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ സാറിനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു. എന്നെ കാണാനോ? സാറിൻ്റെ മേലുള്ള കണ്ണെടുക്കാൻ വന്നതാണെന്ന് പറയുമ്പം കണ്ണെടുക്കാനോ? മരിച്ചാൽ പോലും ഞാൻ എൻ്റെ കണ്ണ് കൊടുക്കില്ല, പിന്നെയല്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. അയ്യോ സാറിൻ്റെ മുഖത്തുള്ള കണ്ണ് ചൂഴ്ന്നെടുക്കാൻ വന്നൊന്നും അല്ല. പിന്നെ സാറ് വലിയൊരു കട വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കടയ്ക്കും സാറിനും മറ്റുള്ളവരുടെ കണ്ണ് വരുമല്ലോ, ആ കണ്ണിങ്ങനെ എടുക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് അങ്ങനെ എന്നാൽ പിന്നെ ഇതുപോലെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. സാറിൻ്റെ കയ്യിലൊരു ഫോട്ടോയുണ്ട്, അതിവിടെ വാങ്ങിച്ചു വെച്ചാൽ സാറിന് ദൃഷ്ടിദോഷം കിട്ടത്തില്ലെന്നും നിങ്ങളുടെ കടയുടെ മേലും ആരുടെ കണ്ണും കൊള്ളത്തില്ല എന്ന് പറയാം. അപ്പം അത് കൊള്ളാവല്ലോ, ഇത് മുൻപ് ആരുടെയെങ്കിലും കണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ സത്യമുള്ള ഫോട്ടോയോ സാറേ ഇത് വാങ്ങി കടയിൽ വെച്ചാൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഈ കടയ്ക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രുതി നമ്മൾ നോക്കുക, കച്ചവടം പൊടിക്കും അല്ലേ, വീട്ടിൽ വെച്ചാലും ആ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. ഒരു ഫോട്ടോ വാങ്ങി കടയിലൊന്ന് വെച്ച് നോക്ക് സാറേ എന്ന് പറയുമ്പം കൊള്ളാം, എന്തായാലും താൻ ഫോട്ടോ ഒന്ന് കാണിച്ചേ നോക്കട്ടെ എന്ന് ശ്രുതിയും കൂടെ പറഞ്ഞു. എന്തായാലും നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോഴേക്കും ആ ഫോട്ടോ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ഒരു യക്ഷിയുടെ കൂട്ടൊരു ഫോട്ടോ അത് കണ്ടപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ നോക്കുക. അത് വേറെ ആരുടെയല്ല,
ചന്ദ്രമതിയുടെ ഒരു ഫേസിൻ്റെ ഒരു കട്ടുമുണ്ട്. അപ്പോൾ ഇതേതാ ഈ ദേവി എന്ന് ശ്രുതി ചോദിക്കുമ്പം ഇത് ഉഗ്രസ്വരൂപിണി കണ്ണേറമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നല്ല ശക്തിയുള്ള ദേവിയാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ കണ്ണേറമ്മയോ? ആ അതെ, ഇത് ഇപ്പോഴാണ് കേരളത്തിൽ ഇറങ്ങിയതെന്നും കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇത് നേരത്തെ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. അവിടേക്ക് ഈ ഫോട്ടോ ഫേമസ് ആന്നേ. ഈ ഫോട്ടോ ഇല്ലാത്ത ഒരു വീടും ഒരു കടകളും ഇല്ല അവിടെയൊന്നും. അപ്പോഴേക്കും ശ്രുതിയോ ആണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ അല്ല, ഈ ഫോട്ടോ കാണുമ്പോഴേ ഒരു പവർ ഉള്ളതുപോലെ തോന്നില്ലേ എന്ന് ശ്രുതി ചോദിച്ചു. ഈ കണ്ണേറമ്മ നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ ഒരു ഫീല് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് തോന്നും സാറേ, അതാണ് കണ്ണേറമ്മയുടെ ശക്തി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ തട്ടി വിടുക കേട്ടോ. പക്ഷേ പറഞ്ഞതൊക്കെ ശരിയാ. ഈ ദേവിയുടെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഉഗ്ര സ്വരൂപിണിയല്ലേ, പിന്നെ ദേഷ്യം ഉണ്ടാകാതിരിക്കുമോ എന്നൊക്കെ വന്ന ആളി ചോദിച്ചു. ശ്രുതി അതൊന്ന് തന്നേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് മേടിച്ചു. എന്നിട്ട് ഇങ്ങനെ ശരിക്കും അത് നോക്കുക കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അതെ, ഈ മുഖം ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ എവിടെ കാണാനാണെന്ന് ശ്രുതി, ഇവള് കർണാടകത്തിരുന്ന് പോയിട്ടില്ല, എന്നാലും ഇത് ആരാ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ, ശ്രുതി ദേ ഇത് ആൻറ്റി അല്ലേ എന്ന് ചോദിച്ചു. ഇത് നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അന്ന് ആൻറ്റിയുടെ തലയിൽ മൈദാമാവ് വീണില്ലേ, അന്ന് ഈ കോലത്തിലായിരുന്നല്ലോ ആൻറ്റി നിന്ന്, ഇത് ആൻറ്റിയാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് കാണിച്ചു മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ശരിയാ, ആ ഒരു കോലത്തിൽ അമ്മ നിന്നതാ. ദേ എൻ്റെ കണ്ണീരമ്മ എല്ലാവരുടെയും അമ്മയാണ് സാറേ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ അമ്മയാണെന്ന് ശ്രുതി പറയുമ്പോൾ, എടോ ഇതെൻ്റെ ശരിക്കുള്ള എൻ്റെ അമ്മയാണെന്നും എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മയാണെന്ന് പറയുമ്പം പറയടോ ഈ ഫോട്ടോസൊക്കെ തനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പം ഇതേ ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ അവിടേക്ക് ഈ ഫോട്ടോ മൊത്തം ഫേമസ് ആണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയോ? ആ അതെ. ഞാൻ പറഞ്ഞു നേരെ സാറേ. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ കണ്ണിലിങ്ങനെ എന്തോ ബൾബൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോ. ഈ ഒരു ഫോട്ടോയ്ക്ക് എത്ര വില? 400 രൂപയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ മൊത്തം എത്ര ഫോട്ടോസ് ഉണ്ടെങ്കിൽ മൊത്തം എനിക്ക് തരാൻ പറഞ്ഞു. സാറേ കടയിൽ മൊത്തം വാങ്ങിച്ച് വെക്കുകയാണല്ലേ, എടുക്കണോ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. ആ ഫോട്ടോ മുഴുവൻ ഇങ്ങനെ മേടിച്ചു. എന്നാലും അവരുടെ കയ്യിൽ ഇങ്ങനെ ഈ ഫോട്ടോ വന്നതെന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ അത് എനിക്കും മനസ്സിലാകാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെ നിൽക്കുക. ആ ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.